ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സിമ്പിളായിട്ടും ഇൻസ്റ്റൻ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നല്ലോണം ഒന്ന് കഴുകിയിട്ട് വേറെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തോളാം. 3/4 കപ്പ് റവ ഇടുന്നുണ്ട്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് ആവശ്യത്തിന് പുളിയുള്ള തൈര്, ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെള്ള എള്ള്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പകുതി ക്യാരറ്റ്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, പകുതി സവാള, പകുതി തക്കാളി, ഉള്ളിലത്തെ കുരു എടുത്ത് കളഞ്ഞിട്ട്, ഇഞ്ചി പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ വരും. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് റെസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്കൊരു ചട്നി റെഡിയാക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 2 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ മുളക് മാറ്റാം. 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിടും. ജസ്റ്റ് ഒന്ന് ആടിയാൽ മതിയിട്ടാ. ഉള്ളി എണ്ണയിൽ മാറ്റാം. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൊട്ടുകടലയും പാനിന് മാറ്റാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. നമ്മൾ വറുത്ത് വെച്ച മുളക്, ഉള്ളി, പൊട്ടുകടല ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, എല്ലാം നല്ല ഫൈനായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. ചട്നി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊട്ടുകടലൊക്കെ വറുത്ത എണ്ണയാണ് കേട്ടോ ഇതിൽ കുറച്ചുള്ളത്. 1 ടീസ്പൂണും കൂടി എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പിലയും 1 ചുവന്ന മുളക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റിൻ്റെ അടുത്തായിട്ട് അത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നമ്മൾ സൈഡ് ഡിഷ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ആ സമയം മാത്രം മതി. നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ലൂസായിട്ടല്ല. നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തോളൂ. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറുത്ത എള്ള് സ്പ്രെഡ് ചെയ്ത് ഇട്ടോളൂ കേട്ടോ. കുറച്ച് വെളുത്ത എള്ള്, കുറച്ച് മല്ലിയില, അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ആയിണ്ടാവും. വേറൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് മറിച്ചിടാം. കട്ടിയുള്ള കാരണമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ അടിഭാഗം കൂടി വേവിച്ചെടുക്കാം. അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അടിഭാഗം റെഡി ആയിണ്ടാവും. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എള്ള് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇടാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാ. പച്ചക്കറി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ടാ. നല്ല ടേസ്റ്റ് ഉള്ള കാരണം അവർ കഴിച്ചോളും. അതുപോലെ ഈ ദോശയ്ക്ക് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് ഇതുപോലെ ചട്നി അരച്ചും ഉപയോഗിക്കാട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.